ഹേ വാട്ട്സപ്പ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇത് ആദ്യം തന്നെ പറഞ്ഞോട്ടെ, നമ്മളൊരു ചെറിയ പഞ്ചറൊക്കെ കിട്ടിയിട്ട് പഞ്ചർ ഒട്ടിച്ചിട്ട് നടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങോട്ടാണ് റൈഡെന്ന് ചോദിച്ചാൽ, നമ്മൾ പെരുമ്പാവൂർ പോവാം കേട്ടോ. പെരുമ്പാവൂർ നമ്മുടെ മണിപ്പാറ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ പോവാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോയ ഒരു ലൊക്കേഷനാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, അന്ന് പോയ സമയത്ത് മഴയോ അല്ലെങ്കിൽ മൺസൂൺ അല്ലായിരുന്നു, നമ്മൾ നല്ല വെയിലുള്ള സമയത്താണ് പോയത്. അപ്പോൾ അന്ന് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു മണിപ്പാറ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അതായത് നമ്മൾ കല്ലുകൊണ്ട് തട്ടുമ്പോൾ മണിയുടെ സൗണ്ട് കേൾക്കുന്നൊരു പാറ. അപ്പോൾ ഇന്ന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മണിപ്പാറ ലൊക്കേഷൻ്റെ അടുത്ത് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അതായത് നമ്മുടെ മഴയത്ത് മാത്രം, അത്യാവശ്യം നല്ല മഴയൊക്കെ ഉള്ളപ്പോൾ മാത്രം വെള്ളം ഒഴുകുന്നൊരു സ്പോട്ടാട്ടോ. അപ്പോൾ അത് ഈ ഒരു സമയത്ത് കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ മൺസൂണൊക്കെയാണ്, ജൂണാണ്. അപ്പം അവിടെ പോയി വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേ ഒരു 25 കിലോമീറ്ററായി. ഇതിപ്പോൾ ലൊക്കേഷൻ ഈസ്റ്റ് മറാടി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സൂചി പഞ്ചർ കിട്ടി. അപ്പോൾ ഇതേ പഞ്ചറൊക്കെ ഒട്ടിച്ചു. അപ്പോൾ അതൊരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വേറെ കാണിക്കാം കേട്ടോ. കാരണം ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് എടുത്താൽ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ വൈശാഖ് ബ്രോയും ഉണ്ട്. ബ്രോ നമ്മുടെ മൂവാറ്റുപുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇവിടെ നമുക്ക് പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 5 കിലോമീറ്റർ മൂവാറ്റുപുഴയ്ക്കുണ്ട്. അപ്പോൾ നേരെ അവിടെ ചെന്ന് ബ്രോനെയും കൂട്ടി പെരുമ്പാവൂർ പോവുക. അപ്പോൾ ഈ ഒരു മഴയൊക്കെ എൻജോയ് ചെയ്ത് തിരിച്ചു പോരുക എന്നുള്ളതാണ് ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമ്മളത് കുറേ നാൾ കൂടിയിട്ടാണ് അത് റെയിൻ കോട്ടൊക്കെ ഇട്ടാട്ടോ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ ഒരു മഴയൊക്കെ പെയ്തു, അതുകൊണ്ടാണ് ജസ്റ്റ് കോട്ടൊക്കെ എടുത്തിട്ടത്. അപ്പോൾ നമ്മുടെ ഷോർട്ട് റൈഡൊക്കെ പോകുമ്പോൾ നമ്മൾ യൂഷ്വലി റെയിൻ കോട്ട് എടുക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നനഞ്ഞ് തന്നെ പോകാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ ടോട്ടലൊരു ഒരു 100 കിലോമീറ്റർ റൈഡ് ഉണ്ടാവും. അപ്പോൾ നല്ല മഴ പെയ്താൽ നമ്മൾ അത്രയും നനഞ്ഞ് ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ റെയിൻ കോട്ട് എടുക്കണേ. അപ്പം ബാക്കി കാഴ്ചകൾ ഓൺ ദ വേ. അപ്പോൾ അത് പെട്ടെന്നൊരു നല്ല മഴ വന്നുകൊണ്ട് റെയിൻ കോട്ട് എടുത്തിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ മഴ പോയി. എന്നാലും നമുക്ക് തൽക്കാലം റെയിൻ കോട്ട് ഊരാണ്ട് തന്നെ പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ MC റോഡ് വഴി പോകുമ്പോൾ മൂവാറ്റുപുഴയ്ക്ക് മുന്നേ ഉള്ള ലാസ്റ്റ് ക്ലൈംബ് ആട്ടോ ഇത്. ദൂരെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലതായിട്ടൊരു മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ നല്ല പൊളി മൂടായിരിക്കും കേട്ടോ. അങ്ങനെ ആ ഒരു കയറ്റം കഴിഞ്ഞിട്ട് മൂവാറ്റുപുഴയ്ക്കുള്ള ലാസ്റ്റ് ഇറക്കാട്ടോ ഇത് കുറച്ച് ലെങ്ത് ഉള്ളൊരു ഇറക്കമാണ്. നല്ല രസമാട്ടോ ഇതിലെ റൈഡ് ചെയ്യാനായിട്ട്. എങ്ങനെയുണ്ട് ബ്രേക്ക്? നല്ല ബ്രോയ്ക്ക് ചെറിയൊരു പോസ്റ്റ് ഒന്നല്ലേ? എവിടെ ഇൻസ്റ്റാ 360? ഇനി ബ്രോയുടെ വീഡിയോസ് വേറെ ലെവലായിരിക്കും ഗൈസ്. നോക്കൂ, ഇൻസ്റ്റാ 360 വാ പോളി. അപ്പോഴേ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്ന് പെരുമ്പാവൂർ റൂട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നമ്മൾ റൈറ്റിലേക്ക് ഡീവിയേറ്റ് ചെയ്യും. നമ്മുടെ വൈശാഖ് ബ്രോ 360 ക്യാമറയൊക്കെ ആയിട്ട്. ആൾക്കാരൊക്കെ നോക്കിയത് എന്നതാണ്. അപ്പോൾ ഇത് കീഴിലെ വട്ട സ്ഥലം. നമ്മൾ ഇവിടെ നിന്നാണ് റൈറ്റ് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ചേട്ടൻ പുതിയ വഴി പറഞ്ഞു തന്നിട്ടുണ്ടോ. അതായത് അത്രയും ചുറ്റി പോകേണ്ട ആവശ്യമില്ല, നമുക്ക് ഇവിടുന്ന് തന്നെ ലെഫ്റ്റ് എടുത്ത് പോകാം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ഇതിൻ്റെ ഒരു കവാടം കാണും കേട്ടോ, ഒരു അമ്പലത്തിൻ്റെ കവാടം. അപ്പോൾ ആ കവാടത്തിലൂടെ നേരെ എടുത്ത് ഇനി കനാലിൻ്റെ അവിടെ ചെല്ലുമ്പോൾ റൈറ്റ് അല്ലേ ബ്രോ? നമ്മൾ ഇന്നാൾ പോയ വഴിയല്ല. നമ്മൾ കറക്റ്റ് കനാലിൻ്റെ അവിടെ ചെന്ന് കയറും അല്ലേ? കനാലിൻ്റെ അവിടെ കയറും. നമ്മളതിൽ ചുറ്റി പോകേണ്ട ഇത് കുറച്ച് നേരെയാണ്. അപ്പോൾ ഇതാണ് ചേട്ടൻ പറഞ്ഞ കനാല്. നമ്മൾ ഇവിടുന്ന് റൈറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ കനാല് ക്രോസ് ചെയ്ത് റൈറ്റ് എടുക്കണോ അതോ?
ചെറിയ കോടയൊക്കെ കണ്ട ബ്രോ എന്താ അങ്ങ് ദൂരെ? ആ മഴയുടെ എഫക്റ്റ് അല്ലേ? ഓഫ് റോഡ് റോഡ് ബൈക്കിലുണ്ട്. അയ്യോ ചെളി കിടന്നത് ചെളി. വീട്ടിൽ കഴുകി സൈക്കിൾ ഇറക്കാം. എൻ്റെ പണി എന്നാ പണിയാണ്. നമ്മള് സ്പോട്ട് എത്തിയല്ലേ? ചെറിയൊരു സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ കേട്ടോ. വെള്ളം കുറവാണേലും വെള്ളം ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. ബ്രോ പോയേക്കാം. ബ്രോ അതെ തോട്ടിക്കോലൊക്കെ ആയിട്ട് വന്നുണ്ട്. ചുമ്മാ നടന്നാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിഷ്വൽസ് ബ്രോ കാണിക്കുന്നതായിരിക്കും. പോയേക്കാം. തെന്നുന്നുണ്ടേ ബ്രോ? ഓ, ഇവിടെ നോക്കുമ്പോൾ നല്ല രസം കേട്ടോ. അതെ അന്നും ഇവിടെ വെള്ളമേ ഇല്ല. ഇത് വെള്ളമൊക്കെ ഒഴുകുന്നു. അവിടുന്ന് വെയിൽ വന്നതിൻ്റെ ആ ഒരു ഇത് കണ്ട, ആ മരച്ചില്ലയുടെ ഇടയ്ക്കൂടെയൊക്കെ വെയിൽ വന്നിട്ട് നല്ല രസമാട്ടോ കാണാൻ. അപ്പോൾ ഇതിലാണ് നമ്മൾ മേളിലേക്ക് കയറിപ്പോയി മണിപ്പാറയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ ചെല്ലാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഈ ഒരു ലോങ് വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം അങ്ങോട്ട് പോയേക്കാം. അല്ല, നമുക്ക് മണിപ്പാറയുടെ അങ്ങോട്ട് പോകണോ? നമുക്ക് മേളിലേക്ക് പോയാലോ? മേളിൽ പോവാം. തിരിച്ചു വരും മണിപ്പാറ വരാം അല്ലേ? ഇതിലാണ് നമ്മൾ മണിപ്പാറയ്ക്ക് പോകണേ. അപ്പോൾ നമുക്ക് ആദ്യം മേളിലേക്ക് പോകാം. ഇവിടെയാണ് നമ്മുടെ വെള്ളച്ചാട്ടം നടന്നത്. ഇതുകൊണ്ട് അവിടെ തെന്നുമല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കയറുകയാണെങ്കിൽ ചെറിയൊരു വഴിയാട്ടോ, ഒരു ചെറിയ ലോക്കൽ റോഡാണ്. അപ്പം ഈ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു വ്യൂ പോയിന്റ്. അവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് കേട്ടോ. പിന്നെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പാറയിലൊക്കെ നല്ല വഴുക്കുണ്ട്. അപ്പം കൈകൊണ്ടൊക്കെ പിടിച്ച് ഇറങ്ങാൻ ശ്രമിക്കുക. ഈ വെള്ളത്തിൽ കൂടെ കാണുന്ന വലിയ തെങ്ങില്ലല്ലേ? അപ്പോൾ നമ്മൾ അതിൽ ഇറങ്ങി ഈ വഴുക്കലുള്ള പാറക്കൂടെയൊക്കെ പിടിച്ചിറങ്ങിയത് ഇവിടെ എത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയൊരു കുളം പോലെ, പക്ഷെ വലിയ ആഴമൊന്നുമില്ല. മാക്സിമം നമ്മുടെ മുട്ടിൻ്റെ ഒക്കെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ല വ്യൂ ഒക്കെയാണ്. അപ്പോൾ കാര്യം പറഞ്ഞാൽ ഈ സ്ഥലം കുറച്ചൊക്കെ ഫേമസ് ആണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടെ എന്തോ വഴിയൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഇറങ്ങുവാണെങ്കിൽ വഴിയാണോ എന്ന് അറിയില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. എന്താ നമ്മുടെ മുട്ടിൻ്റെ അത്രയാണ് ഇവിടെ വെള്ളം വരുന്നത്. അപ്പോൾ നമ്മളിത് ഈ ഒരു പോയിന്റിലെത്തി. അപ്പോൾ ഈ പാറയ്ക്കൊക്കെ നല്ല വഴുക്കലുണ്ട് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു പാറയിലാണ് നമ്മളിപ്പോൾ ചവിട്ടി നിൽക്കുന്നത്. നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേട്ടോ. അത് പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. ഇനി നമ്മൾ ജസ്റ്റ് അവിടെയും കണ്ടാണ് മണിപ്പാറ തന്നെ കേട്ടോ. അപ്പോൾ ആ മണിപ്പാറയിലും ജസ്റ്റ് ഒന്ന് പോയിട്ട് നമുക്ക് തിരിച്ച് അവിടെ ഒന്ന് വരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വെള്ളച്ചാട്ടത്തിന് കുറച്ചുകൂടെ നല്ല വ്യൂ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ മണിപ്പാറ ലൊക്കേഷൻ വന്നിട്ട് എങ്ങനെ ബ്രോ മണി അടിക്കാണ്ട് പോകണം അല്ലേ? അപ്പോൾ ഒന്ന് മണി അടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇതുകൊണ്ട് നിൽക്കും നമ്മുടെ മണിപ്പാറ. അപ്പോൾ നമ്മുടെ മണിപ്പാറ ഇവിടെയുണ്ട്, പിന്നെ മേളിലുണ്ട് കേട്ടോ. മേളിൽ അത്യാവശ്യം സൗണ്ട് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ അധികം കൊട്ടി ഉറപ്പിക്കുന്നില്ല, കാരണം കഴിഞ്ഞ വീഡിയോയിൽ നേരത്തെ വന്നപ്പോൾ നമ്മൾ ഒരുപാട് കിട്ടി കേട്ടോ. അപ്പോൾ ഇനി പയ്യെ നമുക്ക് ഇതിലെ തന്നെ തിരിച്ചിറങ്ങി നമ്മുടെ വെള്ളച്ചാട്ടം ഒന്നുകൂടെ കാണാൻ പറ്റുമെന്ന് നോക്കാം.
അപ്പോൾ കാര്യം പറഞ്ഞാൽ നമ്മളിവിടെ വന്നു. അപ്പോൾ അത് ഈ ഒരു വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് നമ്മൾ മേളിൽ നിന്നപ്പം ഒരു ചെറിയ കുളം പോലുള്ളൊരു സ്ഥലത്ത് നിന്നില്ലേ, അപ്പോൾ അവിടെ നിന്നുള്ളൊരു വെള്ളച്ചാട്ടം കാണാനാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത് നമുക്ക് കാണത്തില്ല കേട്ടോ, അത് മറഞ്ഞു നിൽക്കുവാണ്. അതിനി താഴത്തുനിന്ന് കാണാൻ പറ്റുമോ എന്നും അറിയത്തില്ല, കാരണം ഇവിടെ ഫുള്ള് ചോല കേട്ടോ. അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് താഴത്തേക്ക്. അപ്പോൾ നമ്മൾ തിരിച്ച് ഇറങ്ങി വന്നു. ഇനിയിപ്പോൾ ദേ ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നല്ല മഴ പെയ്യുകയാണെങ്കിൽ പൊളി. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു ലൊക്കേഷൻ കുറച്ചുകൂടെ വെള്ളം പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇറങ്ങാമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അത്ര വെള്ളമൊന്നുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു മഴയുടെ സമയത്തൊക്കെ വരുവാണെങ്കിൽ നൈസ് വൈബാണ്. കുറേ കാസ്കേഡ് വാട്ടർഫാൾ പോലെ കേട്ടോ, പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. പക്ഷെ അവിടെ നമ്മുടെ മുട്ടിൻ്റെ അത്രേ ഉള്ളൂ. കനാലിന് പക്ഷെ നല്ല കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇനി തിരിച്ചു പോയേക്കല്ലേ ബ്രോ? ഓക്കെ. അതെ, എൻ്റെ ക്യാമറയൊക്കെ എടുത്ത് വെച്ച് ഇതേ കോട്ടൊക്കെ ഇട്ടിട്ട് പോയേക്കാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ബൈ മണിപ്പാറ. അപ്പോൾ ഇതേ സമയം ഉച്ചയ്ക്ക് 1 മണി. നമ്മളൊരു 65 കിലോമീറ്റർ ആയി കേട്ടോ. ഇതിപ്പോൾ സ്ഥലം പണ്ടപ്പള്ളിയാണ്. ഇതേ നല്ലൊരു മഴ റൈഡൊക്കെ കിട്ടിയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതേ ബ്രോ ഇവിടുന്ന് അങ്ങോട്ട് പോകും, ഞാൻ ദേ കൂത്തുള്ള റൂട്ടിലും പോകും ബ്രോ. അപ്പോൾ അണ്ടിൽ റൈഡ്. ഓക്കെ ഓക്കെ, ബൈ, കാണാം. എൻ്റെ പൊന്നെ ബ്രോ, സൂക്ഷിച്ച്. ഇതാണ് പ്രശ്നം, നമുക്കറിയാൻ മേലാത്ത. അത് കുഴിയായിരുന്നു ബ്രോ? അതോ ഓ മൂടി നിൽക്കുമായിരുന്നല്ലേ? ഓക്കെ ഓക്കെ, എന്തെങ്കിലും പറ്റിയോ? ഫുള്ള് തെന്നലാണ്.